ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ടൊമാറ്റോ മുളകൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് മിക്കവാറും കണ്ടുവരുന്ന ഒരു കീടത്തിൻ്റെ പ്രശ്നമാണ് മീലിബഗ്സ്. ഈ മീലിബഗ്സ് എന്ന് പറഞ്ഞാൽ നല്ല വെള്ള കളറിൽ പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന ഒരു ജീവിയാണ്. നമ്മുടെ ഇലയുടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തും, അതായത് തണ്ടിനോട് ഇല ചേർന്ന് വരുന്ന ഭാഗത്തും, ചെറിയ ഇലയുടെ മേളിലും ഫ്രൂട്ട്സിൻ്റെ മേളിലൊക്കെ വന്ന് നന്നായിട്ട് തിങ്ങിക്കൂടിയിരിക്കുന്നൊരു ചെറിയ ജീവിയാണ് ഈ മീലിബഗ്സ്. മുഞ്ഞയെ പോലെ തന്നെ ഇവരെയും കൊണ്ടുവരുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഉറുമ്പുകളാണ്. ഈ മീലിബഗ്സ് നമ്മുടെ മുഞ്ഞയെ പോലെ ഉറുമ്പിൻ്റെ ഉറ്റ ചങ്ങാതിയാണ്. ഉറുമ്പും മീലിബഗ്സുമായിട്ട് തന്നെ നല്ല കണക്ഷനുണ്ട്. എന്ന് വെച്ചാൽ ഈ ഉറുമ്പുകൾ നമ്മുടെ മീലിബഗ്സിന് നല്ല പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത്. അതേസമയത്ത് അവർക്ക് റിട്ടേൺ ആയിട്ട് ഈ മീലിബഗ്സ് നമ്മുടെ ചെടിയിലുള്ള ജ്യൂസൊക്കെ വലിച്ച് കുടിച്ചതിന് ശേഷം അതൊരു മധുരമുള്ള ഒരു സെക്രീഷൻ ഉണ്ടാക്കി കൊടുക്കും. അത് ഉറുമ്പുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു നല്ല കണക്ഷനുള്ളതുകൊണ്ട് അവർ തമ്മിൽ നന്നായിട്ട് തന്നെ ഇവയെ പരിപാലിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റി വേറെ ചെടികളിലൊക്കെ കൊണ്ടുവയ്ക്കാനൊക്കെയാണ് ഉറുമ്പ് തന്നെ സഹായിക്കുന്നത്. ഈ മീലിബഗ്സ് എന്ന് പറഞ്ഞാൽ എഴിഞ്ഞു പോകുന്ന ജീവിയൊന്നുമല്ല. എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരുന്ന് ആ നീരൊക്കെ ഊറ്റി കുടിച്ച് സുഖമായിട്ടിരിക്കും. പക്ഷേ ഇവയെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ചെടിയിലോട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ജോലി ഉറുമ്പിനാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ എവിടെയെങ്കിലും കടിയുറുമ്പ് പോലുള്ള കുഞ്ഞു ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. ഇതിൻ്റെ പുറകിൽ ഒന്നിൽ മീലിബഗ്സ് വരും, അല്ലെങ്കിൽ മുഞ്ഞയെ കൊണ്ടുവരും. രണ്ട് വന്നാലും നമ്മുടെ ചെടിക്ക് നല്ല ഡാമേജ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മീലിബഗ്സ് എങ്ങനെയിരിക്കുമെന്നും ഇവയെ കൺട്രോൾ ചെയ്യേണ്ട 1-2 മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവയെ കണ്ടു തുടങ്ങുന്ന സമയത്ത് തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല കൺട്രോൾ തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ടൊമാറ്റോയിൽ മീലിബഗ്സിൻ്റെ നല്ല അറ്റാക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ 1-2 പ്രാവശ്യം നമ്മുടെ ഈ പ്രയോഗങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ നല്ല കൺട്രോളുണ്ട്. ഇനി വളരെ കുറച്ച് എണ്ണേ ഉള്ളൂ. അതുകൂടെ നമ്മൾ 1-2 പ്രാവശ്യത്തെ ഈ ഒരു കൺട്രോൾ മെഷേഴ്സ് കൂടി എല്ലാം നശിച്ചു പോകും. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. അതിന് മുന്നേ ഞാൻ സന്തോഷം, ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ റൂട്ട് ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിംഗ്, പിന്നെ ഇതുപോലുള്ള കുറേ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ വിശേഷങ്ങളും അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളോട് വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ഓൺ ചെയ്ത് വെച്ചിരിക്കൂ. ഞാൻ ഇതുപോലെ പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെൽ ഐക്കൺ ഓൺ ആക്കി വയ്ക്കുന്നത്. അപ്പോൾ മീലിബഗിൻ്റെയോ മുഞ്ഞയുടെയോ അറ്റാക്ക് നമ്മുടെ ഗാർഡനിലുണ്ടായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ചെടിയെ ഐസൊലേറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇതിനകത്ത് ഇപ്പോൾ കൂടുതൽ മുഞ്ഞയെ കാണുന്നുണ്ട്. അതിന് ഞാനടുത്ത് പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മീലിബഗ്സ് മുഞ്ഞയെന്നൊക്കെ പറയുന്നത് നമ്മുടെ കൊറോണ വൈറസ് പോലെയാണ്. വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ള ചെടികളിലേക്ക് അത് പകരും. അതുകൊണ്ട് തന്നെ ഐസൊലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ സ്പ്രെഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയ ഒരു നല്ല മാർഗ്ഗമാണ്. പിന്നെ ചെയ്യേണ്ടത് ഇതിനകത്ത് വളരെയധികം ഇൻഫെക്റ്റഡ് ആയിട്ടെന്ന് തോന്നുന്ന തണ്ടുകളെ കട്ട് ചെയ്ത് മാറ്റിയെന്നാണ്. ഒരു ചെറിയ പ്രൂണിങ് കൊടുക്കാം. അതിനകത്ത് തന്നെ തിക്കായിട്ടിരിക്കുന്ന മുഞ്ഞയും അല്ലെങ്കിൽ ഈ മീലിബഗ്സിൻ്റെയൊക്കെ തിക്കായിട്ടിരിക്കുന്ന ശാഖകളെ വെട്ടി മാറ്റാം. അതിനുശേഷം ആ തണ്ടുകൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയരുത്. അതിനെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. കഴിയുമെങ്കിൽ കത്തിച്ച് തന്നെ അതിനെ കളയണം. അപ്പോഴേക്കും അതിനകത്ത് പറ്റിയിരിക്കുന്ന ജീവികളൊക്കെ നശിച്ചു പോകും. മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ബാക്കി അവശേഷിക്കുന്ന മുഞ്ഞകൾ പലയിടത്തൊക്കെ ഇരിക്കും, ചെടിയുടെ പല ഭാഗങ്ങളിലിരിക്കും. അപ്പോൾ വളരെ പ്രഷറിൽ വെള്ളം അടിച്ചു കൊടുത്താൽ ഈ ഇരിക്കുന്ന മുഞ്ഞകളൊക്കെ താഴെ വീണു പോകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഞ്ഞകൾ തന്നെ എഴുന്നേറ്റ് പോയി എങ്ങും പിടിച്ചിരിക്കത്തില്ല. ഉറുമ്പുകൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയാലേ ഇവർ പോകത്തുള്ളൂ. അപ്പോൾ താഴെ വീണ് പോകുന്ന മുഞ്ഞകളെ നമുക്ക് പെട്ടെന്ന് തന്നെ കൊല്ലാൻ പറ്റും. അതിന് ഫുഡൊന്നും കിട്ടില്ലെങ്കിൽ ചത്തുപോകും. അതുകൊണ്ട് മാക്സിമം നമുക്ക് ചെടിയിൽ നിന്ന് ഇവയെ അകറ്റി കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള കൺട്രോൾ കിട്ടും. ബാക്കിയുള്ളവ മാത്രം നമ്മൾ എന്തെങ്കിലും കീടനാശിനികൾ അടിച്ചിട്ട് കൊന്നു കളഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഏകദേശമുള്ള മുഞ്ഞകളൊക്കെ നമ്മുടെ ചെടിയിൽ നിന്നൊക്കെ പോയി കിട്ടും. ബാക്കിയുള്ളവയെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മീലിബഗ്സിൻ്റെ പുറത്തൊരു വാക്സ് കോട്ടിംഗ് ഉണ്ട്. അതാണ് ഈ ജീവികൾക്ക് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രൊട്ടക്ഷൻ, ഈ വാക്സ് കോട്ടിംഗ് ഒന്ന് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊക്കെ ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സോപ്പ് സൊല്യൂഷൻ യൂസ് ചെയ്യാം. ഒന്നിൽ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഡൈല്യൂട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഹാൻഡ് വാഷാണ്. ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ ബാർ സോപ്പും യൂസ് ചെയ്യാം. ഈ ലിക്വിഡ് സോപ്പൊക്കെ ഒരു 10 തുള്ളി മതിയാവും 1 ലിറ്റർ വെള്ളത്തിലേക്ക്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുഞ്ഞയുടെ പുറത്തേക്ക് അടിച്ചു കൊടുത്താൽ മതി. ഒരുവിധം കൺട്രോൾ നമുക്ക് ഇതിൽ നിന്നും കിട്ടും. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ നല്ലൊരു കൺട്രോൾ മീലിബഗ്സിൻ്റെ ആക്രമണത്തിൽ നമ്മളെ ചെടികൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും 1-2 അവശേഷിച്ചിട്ടുണ്ടാവും. ഇവർ 1-2 ഇരുന്നാൽ മതി. അവർ പിന്നെ പെറ്റ് പോയിരിക്കുക. അത്യാവശ്യം നല്ലൊരു ഇൻഫെക്ഷൻ ഉടനെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ബാക്കിയുള്ളവയും കൂടെ തട്ടിക്കളയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, ഓർഗാനിക് ഫാമിങ്ങിൽ അത്യാവശ്യം പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കീടനാശിനിയാണ് നീം ഓയിൽ. അപ്പോൾ ആ വേപ്പെണ്ണ തന്നെ നമ്മുടെ മീലിബഗ്സിന് എഫക്റ്റീവാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്മുടെ ചെടികളിലേക്ക് ഒരു പ്രൊട്ടക്ഷൻ, അതായത് ബാക്കിയുള്ളൊരു മീലിബഗ്സിൻ്റെയും കൂടെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നീം ഓയിൽ കൂടെ ഇതിൻ്റെ മുകളിലേക്ക് അടിച്ചു കൊടുക്കാം. അതിനായിട്ടായിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി ലിറ്റർ എന്ന കണക്കിന് വേപ്പെണ്ണ മിക്സ് ചെയ്തടിക്കാം. നമ്മൾ ശുദ്ധമായ വേപ്പെണ്ണ കടയിൽ നിന്ന് വാങ്ങിച്ച വെള്ളത്തിൽ അലിയിക്കാൻ നോക്കിയാൽ അലിയത്തില്ല. അതുകൊണ്ട് അതിനോടൊപ്പം കുറച്ച് സോപ്പിൽ അതിനൂടെ ചേർക്കണം. അതല്ലാതെ നീം ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പെസ്റ്റിസൈഡ് ഷോപ്പിൽ കിട്ടുന്നതിനാണെങ്കിൽ അതിനകത്ത് എമൽഷനായിട്ടായിരിക്കും വരുന്നത്. ഡയറക്റ്റായിട്ട് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ അലിയിച്ചാൽ മതി. നന്നായിട്ട് അലിഞ്ഞോളും. എന്നിട്ട് സ്പ്രേയറിലാക്കിയിട്ട് ചെടിയുടെ ഇലയുടെ അടിഭാഗത്തും പിന്നെ ഈ മീലിബഗ്സ് ഒളിച്ചിരിക്കാൻ ചാൻസുള്ള തണ്ടിൽ ഇലയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്താൽ മതി.
അപ്പോൾ നമ്മൾ ഏകദേശം ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നല്ല കൺട്രോൾ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ ഉറുമ്പോട് കൂടി മീലിബഗ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇവയെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇവരെവിടെന്നെങ്കിലും ഉറുമ്പുകൾ എവിടെന്നെങ്കിലും മീലിബഗ്സിനെ തപ്പിയെടുത്ത് വീണ്ടും നമ്മുടെ ചെടികളിൽ കൊണ്ടുവയ്ക്കും. അതുകൊണ്ട് ഉറുമ്പിനെയും കൂടെ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും നമ്മൾ ചെയ്തിട്ട് കൺട്രോൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കടുത്ത പ്രയോഗങ്ങളാണ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആപ്ലിക്കേഷനാണ്. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. റബ്ബിംഗ് ആൽക്കഹോൾ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ മതി, വലിയ വിലയൊന്നുമില്ല. അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സാധാരണ ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്താലും മതി. ജെല്ല് പോലത്തെ അല്ല, ലിക്വിഡായിട്ട് വരുന്ന ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇത് ഡയറക്റ്റായിട്ട് സ്പ്രേ ചെയ്യുന്നത് അത്രയ്ക്ക് സേഫ് അല്ല. ചിലപ്പോൾ നമ്മുടെ ചെടിയിലെ കേടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് സ്പ്രേ ചെയ്യാം. പിന്നെ സ്പ്രേ ചെയ്തതിന് മുമ്പ് 1-2 ഇലകളിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇലയൊന്നും കരിയുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഈ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ നമ്മുടെ മീലിബഗ് പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബോഡിയുള്ള ജീവിയുടെ മേളിൽ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി അത് പീഡിപ്പിക്കും. വളരെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ അത് ചത്തുപോകും. ഇനി ഐസോപ്രോപ്പൈൽ ആൽക്കഹോളിലും നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് അപ്ലൈ ചെയ്യാം. അത് വളരെ കടുത്ത മെത്തേഡാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ തന്നെ കിട്ടും. 3%-ഉം 6% ഒക്കെ കിട്ടും. അപ്പോൾ അതിനെയൊക്കെ വെള്ളത്തിൽ ചേർത്ത് അടിച്ചാൽ മതി. അത് വേറൊരു ഇഷ്യൂ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞുതരാം. നമ്മളോട് യൂസ് ചെയ്യുന്നത് 30% വീര്യമുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് മിക്കവാറും ഗാർഡനിൽ യൂസ് ചെയ്യാനായിട്ട് വാങ്ങിക്കാറ്. അത് നമ്മുടെ ലാബിൽ കെമിക്കൽസ് കിട്ടുന്ന ലാബ് സപ്ലൈസ് ഉണ്ടല്ലോ, അവിടെ ആയിരിക്കും വാങ്ങിക്കാൻ കിട്ടുന്നത്. പക്ഷേ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇതിന് ഹൈ ഓക്സിഡേഷൻ പവറുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ പൊള്ളൽ കൊണ്ടുവരാനായിട്ടൊക്കെ ഇവർക്ക് പറ്റും. അതുകൊണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് കുറച്ച് ശ്രദ്ധിച്ച് യൂസ് ചെയ്യേണ്ട കാര്യമാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ ഗാർഡനിൽ യൂസ് ചെയ്യുന്നതിനെ പറ്റി പ്രത്യേകം തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സ് എല്ലാം കൃത്യമായിട്ട് ഓരോന്നോരോന്നേരം ചെയ്ത് കഴിഞ്ഞാൽ ഈ മീലിബഗ്സ് എന്ന് പറഞ്ഞ കീടത്തിനെ നമ്മുടെ ഗാർഡനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ചെടികളൊക്കെ നല്ല ആരോഗ്യത്തോടുകൂടി വളരുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഇവിടെ നട്ടേക്കുന്ന പയർ ചെടിയിൽ മുഞ്ഞകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, ഉറുമ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ മുഞ്ഞയും വന്ന് കൂടിയിട്ടുണ്ട്. നമ്മുടെ മിൻറ്റ് സിസ്റ്റത്തിൽ മുഞ്ഞ വന്നപ്പോഴേക്കും അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്തെന്ന് പറഞ്ഞൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. കൂടാതെ കൃഷി സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ പയർ ചെടിയിലുള്ള മുഞ്ഞയെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞിട്ടുള്ളൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.